Good evening. Next, we discuss about advanced test functions, data validation, and error checking in Excel. അപ്പോൾ ഇനി നേരത്തെ നമ്മൾ എങ്ങനെ മിസ്സിംഗ് ഡാറ്റയെ ഹാൻഡിൽ ചെയ്യും, അവരെ എങ്ങനെ കണ്ടെത്തും, അതിന് പകരം എന്ത് ഫില്ല് ചെയ്യും, ഓക്കെ, ഡ്യൂപ്ലിക്കേഷൻസ് അതെന്നെ എങ്ങനെ ഒഴിവാക്കും, ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കും, ഇതൊക്കെയായിരുന്നു ചർച്ച ചെയ്തത്. പിന്നെ ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്സ് ആയിട്ട് 2-3 സെല്ലുകളെ ഒന്നിച്ച് മെർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സിംഗിൾ സെല്ലിനെ സ്പ്ലിറ്റഡ് ആക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ടെസ്റ്റ് ഫങ്ഷൻസ് പഠിച്ചതാണ്. അപ്പോൾ ആ ടെസ്റ്റ് ഫങ്ഷൻസ് എങ്ങനെ അഡ്വാൻസ്ഡ് ലെവലിൽ യൂസ് ചെയ്യുന്നു. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? നല്ല ഡാറ്റ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഡാറ്റ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ഫങ്ഷൻസിനെ അഡ്വാൻസ്ഡ് ലെവലിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ആൾറെഡി നമുക്കറിയാം കുറച്ച് ടെസ്റ്റ് ഫങ്ഷൻസ്. അപ്പോൾ അതും കൂടാതെ എന്തൊക്കെയുണ്ട് അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ടോപ്പിക്കുകൾ, ഇനിയുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചതായിരിക്കും. പക്ഷേ ചില കാര്യത്തിൻ്റെ ചില വശം മാത്രമേ പഠിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. അവരെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഡിസ്കഷൻ ആണ് ഇനിയുള്ള യൂണിറ്റ്സുകളിൽ വരുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ഡാറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ? പല ടേംസ് നമ്മൾ കേൾക്കും, ഡാറ്റ എൻകോഡിങ്, വാലിഡേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് വാലിഡേഷൻ? നമ്മൾ ഒരു ഡാറ്റ ഇട്ട് കൊടുത്തു, യഥാർത്ഥത്തിൽ അത് തന്നെയാണോ അതിൻ്റെ യഥാർത്ഥ ഫോർമാറ്റ് എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു, ഇത് ഫോൺ നമ്പർ എന്നുള്ള ഒരു ഫില്ല് ചെയ്യാനുള്ള സ്പേസാണ്. എന്നിട്ട് നമ്മൾ ആധാർ നമ്പർ കൊണ്ടുപോയി ഫില്ല് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫോൺ നമ്പർ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക? ഈവൻ 10 പൊസിഷൻ ഡിജിറ്റ്സ് വേണ്ടി വരും അല്ലൊക്കെ. അപ്പോൾ അങ്ങനെ ഓരോ ഡാറ്റയ്ക്കും, ഓരോ ഡാറ്റയ്ക്കും പ്രത്യേക എന്തുണ്ടായിരിക്കും, വാലിഡിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അതാണ് ഡാറ്റ വാലിഡേഷൻ. പിന്നെ എറർ ചെക്കിങ്, ഈ പറഞ്ഞ പോലെ നമ്മൾ എറർ ചെക്കിങ്ങിന് പല ഫങ്ഷൻസും ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ യൂസേജ് വഴി എറേഴ്സിനെ ഹാൻഡിൽ ചെയ്യാം. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, അഡ്വാൻസ്ഡ് ടെസ്റ്റ് ഫങ്ഷൻസ് ഫോർ ഡാറ്റ ക്ലീൻ. ടെസ്റ്റ് ഫങ്ഷൻസ് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും? ക്ലീൻ ചെയ്യാൻ, മോഡിഫൈ ചെയ്യാൻ, ആൻഡ് എക്സ്ട്രാക്ട് ഡാറ്റ എഫിഷ്യൻ്റ്ലി ഇൻ എക്സൽ. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് എക്സ്ട്രാക്റ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ആണ് നമ്മൾ ടെസ്റ്റ് ഫങ്ഷൻ്റെ അണ്ടറിൽ പഠിച്ചത്. അപ്പോൾ കൂടാതെ ക്ലീൻ ചെയ്യാം, അതേപോലെ മോഡിഫൈ ചെയ്യുക. മോഡിഫൈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്മാൾ ലെറ്ററിൽ എഴുതി, സാധാരണ ഒരു പേര്, ഒരു പ്ലേസിൻ്റെ പേരൊക്കെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആവണം, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നല്ല ഭംഗിയിൽ എല്ലാവരും പിന്നെന്താണ് ക്യാപിറ്റലൈസ് ചെയ്യണം. ചില ഫോമുകളൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ പറയില്ലേ, ഇതെല്ലാം ബോൾഡായിരിക്കണം, ഓക്കെ, ബോൾഡല്ല, സോറി, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം എന്നൊക്കെ പറയും. അപ്പോൾ ആ രീതിയിലുള്ള സംഭവത്തെയാണ് മോഡിഫിക്കേഷൻ എന്ന് പറയുക. സംഭവം ഡാറ്റ ഒന്ന് തന്നെയാണ്, പക്ഷെ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ മാറ്റം വരിക. ഓക്കെ, അതേപോലെ ചിലതെടുക്കുക, അപ്പോൾ ലാസ്റ്റ് നെയിം മാത്രം മതി, അല്ലെങ്കിൽ ഫസ്റ്റ് നെയിം മാത്രം, ഇനീഷ്യൽ മാത്രം. അപ്പോൾ അങ്ങനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ടി വരും. ഈ എക്സ്ട്രാക്ഷൻ നമ്മൾ പഠിച്ചതാണ്. എക്സാമ്പിളായിട്ട് റൈറ്റ്, ലെഫ്റ്റ്, മിഡ്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ വരും. കാരണം ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ടെസ്റ്റ് ഫങ്ഷൻസിൻ്റെ അണ്ടറിൽ നമ്മൾ അവരെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഈ പറയുന്നതും ടെസ്റ്റ് ഫങ്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഇത് അവിടെയും എഴുതാം, അവിടെ ഉള്ളത് ഇവിടെയും എഴുതാം. അതായത് ഇവിടെ എല്ലാം എഴുതണം, കാരണം ക്ലീൻ ചെയ്യുന്ന ഐറ്റംസ്. ഇപ്പോൾ ഡ്രിം എന്ന് പറയുന്നത് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ എക്സ്ട്രാ സ്പേസുകൾ ആസ് എ ലീഡിങ് അല്ലെങ്കിൽ ട്രെയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യ പൊസിഷനുകളിൽ സ്പേസ് വരിക, അതേപോലെ ലാസ്റ്റിൽ കുറേ സ്പേസ് അറിയാതെ വന്നു പോയി, സ്പേസ് ബാർ അടിച്ചു പോയി, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഡാറ്റയെ സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ, അപ്പോൾ സപ്പോസ് നമ്മൾ പിന്നെ എന്താ പറയുക,
നമുക്ക് ഒരു കാര്യം ഉണ്ടാവുമല്ലോ, എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് അപ്പോൾ നമ്മളുടെ പേര് എയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ എ അടിക്കുമ്പോൾ നമ്മളുടെ പേര് വരണം, പക്ഷെ വരത്തില്ല. കാരണം നമ്മൾ അറിയാതെ സ്പേസ് അടിച്ചു പോയി, എന്നിട്ടാണ് നമ്മളുടെ നെയിം എ വെച്ച് എഴുതിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്പേസ് വെച്ച് സെർച്ച് ചെയ്യുമ്പോഴാണ് ആ നെയിം വരിക. പക്ഷേ യഥാർത്ഥത്തിൽ സ്പേസ് എ വെച്ചാണ് ഈ നെയിം വരത്തുള്ളൂ. അപ്പോൾ ആ സ്പേസ് ഒഴിവാക്കിയാൽ, നമ്മളെ കോൺസെപ്റ്റിൽ നമ്മൾ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് എ വെച്ചിട്ടാണ്. പക്ഷെ അവരിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എങ്ങനെയാണ്, പിന്നെ സ്പേസാണ് ഫസ്റ്റ് ലെറ്റർ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്പേസുകളെ ലീഡ് ചെയ്യുന്ന സ്പേസസ് എന്ന് പറയാം. അതേപോലെ ഒരു നെയിമിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിൻ്റെ ലാസ്റ്റ് കുറേ സ്പേസുകൾ, അപ്പോൾ അതും വേണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രിം, റിമൂവ് എക്സ്ട്രാ സ്പേസസ് ആണ് ഡ്രിം എന്ന ഫംഗ്ഷൻ്റെ ജോലി. ഓക്കെ, അപ്പോൾ ലീഡിങ് ആൻഡ് ട്രയലിങ് ആൻഡ് എക്സ്ട്രാ സ്പേസസ് ഫ്രം ടെസ്റ്റ്, ഇതാണ് ഡ്രിം എന്ന ഫംഗ്ഷൻ്റെ യൂസേജ് അല്ലെങ്കിൽ ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് എങ്ങനെയാണ്, ഈക്വൽ ടു എന്തായാലും വേണം ഡ്രിം ഏതെങ്കിലും ഒരു വാല്യൂ. ഒരു സ്ട്രിങ് ഡയറക്റ്റും കൊടുക്കാം, അല്ലെങ്കിൽ A2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റോ ടെസ്റ്റ് ഇൻ A2ൽ കൊടുക്കും, ക്ലീൻ ടെസ്റ്റ് ഇൻ B2ൽ കാണും. അപ്പോൾ സ്പേസ് ജോൺ സ്പേസ് ഡ്യൂ സ്പേസ്, ഇതാണ് ഇപ്പോൾ A2 എന്നുള്ള കോളത്തിലെ വാല്യൂ. അപ്പോൾ അതിൽ ജോണിൻ്റെ മുമ്പുള്ള സ്പേസും ഡ്യൂക്ക് ശേഷമുള്ള സ്പേസും ഇല്ലാതെയാണ് ജോൺ ഡ്യൂ എന്ന് B2ൽ ഡ്രിം ഫംഗ്ഷൻ പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഡ്രിമ്മിൻ്റെ യൂസേജ്. അപ്പോൾ ടെസ്റ്റ് ഫംഗ്ഷനിൽ ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രിം ഫംഗ്ഷനാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ്, ഇത് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ലെഫ്റ്റ്, റൈറ്റ്, മിഡ്. ലെഫ്റ്റും റൈറ്റും ഏതെങ്കിലും ഒരു സ്ട്രിങ്ങിൽ ലെഫ്റ്റിൽ നിന്ന് ഇത്ര ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ഇത്ര ക്യാരക്ടേഴ്സ്. മിഡിലേക്ക് വരുമ്പോൾ ആർഗ്യുമെൻറ്റിൻ്റെ എണ്ണം 2ൽ നിന്നും 3 ആകും. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു സ്ട്രിങ് ഉണ്ടാവും, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എത്ര എണ്ണം. അപ്പോൾ തേർഡ് പൊസിഷനിൽ നിന്ന് 5 ക്യാരക്ടേഴ്സ് പിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. A2ൽ ഫുൾ നെയിം ഉണ്ട്, ലെഫ്റ്റ് ഫസ്റ്റ് 4, അടുത്ത കോളം റൈറ്റ് ലാസ്റ്റ് 3, അതേപോലെ മിഡിൽ 5 എണ്ണം. അപ്പോൾ HN സ്പേസ് DO, ഇതാണ് എന്ത് മിഡായിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ളത്. തേർഡ് പൊസിഷൻ ടു 5 ക്യാരക്ടേഴ്സ്. സോ ഇത് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ടെസ്റ്റ് ഫങ്ഷൻസിൻ്റെ ഇടയിൽ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ സപ്പോസ് നമുക്ക് ഫസ്റ്റ് നെയിം മതി, അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം മതി, ഇനീഷ്യൽ മതി, അല്ലെങ്കിൽ മിഡ് നെയിം മതി, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള ഫങ്ഷൻസ് യൂസ് ചെയ്യും. ക്ലീൻ ചെയ്യാൻ ഡ്രിം, extract substring, we use left, right, mid. ഓക്കെ, ഇനി അടുത്തത് കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് ആ സെല്ലിൽ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ലെൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഈക്വൽ ടു ലെൻ ഓഫ് A2. A2ൽ ഇപ്പോൾ എന്താ ഉള്ളത്, എക്സൽ ആണെന്ന് വിചാരിക്കുക. സോ 5 എന്ന് റിട്ടേൺ ചെയ്യും. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു ഫങ്ഷനാണ്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ഫങ്ഷൻ, രണ്ടും ഒരേ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ എന്താണ് ഇവരുടെ ഡിഫറൻസ്, ഫൈൻഡും സെർച്ചും ഉദ്ദേശം സെയിം തന്നെയാണ്. പക്ഷെ ഫൈൻഡ് കേസ് സെൻസിറ്റീവ് ആണ്. അതായത് സ്മാൾ ലെറ്റർ ഇ തിരഞ്ഞാൽ സ്മാൾ ലെറ്റർ ഇ ഉണ്ടെങ്കിലേ ട്രൂ വരുള്ളൂ, പൊസിഷൻ തരുള്ളൂ. അതേസമയം ക്യാപിറ്റൽ ഇ ഉണ്ടെങ്കിലും പൊസിഷൻ തരില്ല. ഓക്കെ, പക്ഷെ സെർച്ച് സ്മാൾ ലെറ്റർ ഇ സെർച്ച് ചെയ്താൽ ക്യാപിറ്റൽ ആണെങ്കിലും സ്മാൾ ആണെങ്കിലും എന്താണ്, കേസ് ഇൻസെൻസിറ്റീവ് ആണ്, അതായത് നോട്ട് കേസ് സെൻസിറ്റീവ്. അതാണ് സെർച്ച്. അപ്പോൾ ഫൈൻഡും സെർച്ചും ഒരേ കാര്യത്തിന് വേണ്ടിയുള്ളതാണ്. ഒരു സ്മാൾ സ്ട്രിങ്ങിനെ ബിഗ് സ്ട്രിങ്ങിൽ സെർച്ച് ചെയ്തിട്ട് അത് എത്രാമത്തെ പൊസിഷനിലാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞു തരുന്ന ഫങ്ഷൻസാണ് ഫൈൻഡും സെർച്ചും. പക്ഷേ ഇതിലൊരെണ്ണം കേസിനെ ബേസ് ചെയ്യും, മറ്റതിനെ കേസ് ലെസ്സാണ്. ഓക്കെ, കേസ് ഇൻസെൻസിറ്റീവാണ്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
സിൻടാക്സും എക്സാമ്പിളും. സിൻടാക്സ് ഇത്രയേ ഉള്ളൂ. ഈക്വൽ ടു ഫൈൻഡ് സബ്സ്ട്രിങ്, മെയിൻ സ്ട്രിങ് അല്ലെങ്കിൽ സെല്ല്. ഓക്കെ, അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ അത് ഇങ്ങനെ മാറ്റിയാൽ മതി, സബ്സ്ട്രിങ് മെയിൻ സ്ട്രിങ്. ഓക്കെ, അപ്പോൾ അതിന് പകരമാണ്, സബ്സ്ട്രിങ്ങിന് പകരം ഇപ്പോൾ ഇ ആണ് ഇട്ടിട്ടുള്ളത്, സ്മോൾ ലെറ്റർ ഇ. ആൻഡ് A2ൽ എന്താണ് ഹെലോ എക്സൽ എന്നാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ പൊസിഷനിൽ ഉണ്ട് എന്ന് ആര് പറയും? ഫൈൻഡ് പറയും. അതേപോലെ തന്നെ 10th പൊസിഷനിലും ഇ ഉണ്ട്, സ്മോൾ ലെറ്റർ ഇ. പക്ഷെ സെർച്ച് ചെയ്യുന്നത് എക്സൽ A2ലുണ്ടോ എന്നുള്ളതാണ്. കേസ് ഇൻസെൻസിറ്റീവ് ആയതുകൊണ്ട് 7th പൊസിഷനിലുണ്ട് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിലോ ഫൈൻഡ് ആണെങ്കിൽ ഇല്ല എന്നാണ് പറയുക, കാരണം ക്യാപിറ്റൽ ഇ ഇല്ല. ഓക്കെ, അപ്പോൾ അതാണ് ഫൈൻഡും സെർച്ചും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ എക്സാമ്പിളാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? സിൻടാക്സ് എഴുതി വരണം. ഓക്കെ, അതൊരു ഹോംവർക്കാണ്. എന്താ പറയുക, നമ്മളുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങളതിൻ്റെ ഷോർട്ട് നോട്ട് തയ്യാറാക്കണം, നിങ്ങൾ കേൾക്കുന്നതിനനുസരിച്ച്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫൈൻഡിൻ്റെയും സെർച്ചിൻ്റെയും സിൻടാക്സ് എഴുതി വരണം. ഓക്കെ, എഴുതി വന്നാൽ ഞാൻ ചോദിക്കുകയും ചെയ്യും. അടുത്തത് സബ്സ്റ്റിറ്റ്യൂട്ട്, റീപ്ലേസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫങ്ഷനാണ് എന്ത്? സബ്സ്റ്റിറ്റ്യൂട്ട്. ഫുള്ളായിട്ട് എഴുതണം. അപ്പോൾ ഒരു സെല്ലിലെ അല്ലെങ്കിൽ മെയിൻ സ്ട്രിങ്ങിൽ പഴയ ഒരു സബ്സ്ട്രിങ് ഉണ്ട്, അതിന് പകരം പുതിയൊരു സബ്സ്ട്രിങ് റീപ്ലേസ് ചെയ്യാം. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഹെലോ എക്സൽ ആണ്, എക്സലിന് പകരം വേൾഡ് ആക്കണം. അപ്പോൾ ഇൻ എഫക്റ്റ് എന്ത് വരും? റിസൾട്ട് ഹെലോ വേൾഡ് എന്ന് പറയും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് മെയിൻ സ്ട്രിങ്, ഓൾഡ് സ്ട്രിങ്, ന്യൂ സ്ട്രിങ്. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ് വരുന്നത്. അപ്പോൾ അത് പകരത്തിനും പകരം വയ്ക്കുക, അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് സെറ്റ് ഓഫ് ടെസ്റ്റ് ഫങ്ഷൻസ് എന്താണ്? മോഡിഫൈ ചെയ്യാനാണ്. ഇപ്പോൾ ഇത് മോഡിഫിക്കേഷൻ തന്നെയാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷന് ഒക്കെ എന്താണ്? ഫൈൻഡ്, സെർച്ച് കണ്ടെത്താനും അത് അപ്പോൾ അതിന് ശേഷം അതിനെ മോഡിഫൈ ചെയ്യാനൊക്കെ തന്നെയാണ്. ഇനി ഇതും എന്താണ്? മോഡിഫിക്കേഷൻ തന്നെയാണ്. ഒരു ടെസ്റ്റിനെ മോഡിഫൈ ചെയ്യാം. എങ്ങനെയല്ല, കേസ് ഓഫ് ടെസ്റ്റിനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. പ്രോപ്പർ, അപ്പർ, ലോവർ. അപ്പർ എന്ന് പറഞ്ഞാൽ ഫുൾ ക്യാപിറ്റലൈസ് ചെയ്യും, ലോവർ എന്ന് പറഞ്ഞാൽ ഫുൾ സ്മോൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി എന്താണ് പ്രോപ്പർ? ക്യാപിറ്റലൈസ് ഫസ്റ്റ് ലെറ്റർ ഓഫ് ഈച്ച് വേർഡ്. ടൈറ്റിൽ കേസിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രോപ്പർ എന്ന് പറയാം. അപ്പോൾ പ്രോപ്പർ ഓഫ് ഈക്വൽ ടു പ്രോപ്പർ ഓഫ് ഒരു സ്ട്രിങ്. ഓക്കെ, ഈക്വൽ ടു അപ്പർ ഓഫ് സ്ട്രിങ്, ഈക്വൽ ടു ലോവർ ഓഫ് സ്ട്രിങ്. അപ്പോൾ നമുക്ക് A2 ആണ് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. അതിൽ ജോൺ ഡ്യൂ ആണ്. അപ്പോൾ ജോൺ ഡ്യൂ, ജെ ആൻഡ് ഡി ക്യാപിറ്റലൈസ് ചെയ്യും, ബാക്കിയുള്ളവരൊക്കെ സ്മാള്. പിന്നെ ജോൺ കംപ്ലീറ്റ്ലി സ്മാൾ കൊടുത്തപ്പോൾ ജോൺ കംപ്ലീറ്റ്ലി ക്യാപിറ്റൽ തന്നു, അപ്പർ. പിന്നെ ജോൺ കംപ്ലീറ്റ് ഓർ മിക്സ് എന്ത് കൊടുക്കുകയാണ്? നമ്മൾ സ്മാൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഒക്കെ കൊടുത്താലും ഒരു കംപ്ലീറ്റ്ലി സ്മാളിലേക്ക് കൺവേർട്ട് ചെയ്യും, അതാണ് ലോവർ. ഇതൊക്കെ സിമ്പിൾ സംഭവങ്ങളാണ്. ലെന്ന്, അപ്പർ, ലോവർ, പ്രോപ്പർ, സെർച്ച്, ഫൈൻഡ്. അവരുടെ ഒരു ഡിഫറൻസ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക കേട്ടോ. വാട്ട് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈൻഡ് ആൻഡ് സെർച്ച് ടെസ്റ്റ് ഫങ്ഷൻസ്? ഓക്കെ, പിന്നെ ലെഫ്റ്റ്, റൈറ്റ്, മിഡ്, ഡ്രിം, ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടെസ്റ്റ് ഫങ്ഷൻസിൽ അഡ്വാൻസ്ഡ് ടെസ്റ്റ് ഫങ്ഷൻ ഫോർ ക്ലീൻ, മോഡിഫൈ ആൻഡ് എക്സ്ട്രാക്ട് ഫങ്ഷൻസ് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.